പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യുക, അതുപോലെ തന്നെ അതുമ്മൽ നല്ലൊരു ഫോട്ടോ പ്രിന്റ് കേക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പോണത് ഒരു ഫോട്ടോ പ്രിന്റ് കേക്ക് വിത്ത് പെർഫെക്റ്റ് ഐസിങ് ആണ്. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലേക്സ്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു റിവോൾവിംഗ് ടേബിളാണ്. പിന്നെ ഒരു കേക്ക് നൈഫ് വേണം. നമുക്ക് ഫോട്ടോ പ്രിന്റ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 6 ഇഞ്ചസിൻ്റെ വാനില കേക്കാണ് വേണ്ടത്. അതിലാദ്യത്തെ കേക്ക് റിവോൾവിംഗ് ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യാം. നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കളയുക. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള റിമൈനിങ് കേക്ക്സ് 3 ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മളുടെ രണ്ടാമത്തെ കേക്കും ആദ്യത്തേതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. റിവോൾവിംഗ് ടേബിൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊരു കേക്ക് ബേസ് റിവോൾവിംഗ് ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യണം. അത് നമ്മൾ 6 ഇഞ്ചിൻ്റെ കേക്കാണ് ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ 8 ഇഞ്ചിൻ്റെ ബേസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരു പാലറ്റ് നൈഫ് വെച്ച് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ബേസിൻ്റെ സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ചധികം നമ്മളുടെ പാലറ്റ് നൈഫിലെടുത്തിട്ട് ലെയറിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ രണ്ടാമത്തെ ലെയർ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളുടെ എല്ലാ ലെയറും മേലോട്ടായിട്ട് പ്ലേസ് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം നമ്മൾ പാലറ്റ് നൈഫിൽ കുറച്ചധികം ക്രീം എടുത്തിട്ട് സൈഡ് മൊത്തം കവർ ആവണ പോലെ അപ്ലൈ ചെയ്യാം. നമ്മളെ കേക്കിന് നല്ല ഹൈറ്റുള്ള കാരണം അത് ചെരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള ഒരു സ്ട്രോ എടുത്തിട്ട് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇറക്കി വയ്ക്കാം. സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. സ്ട്രോ ഇറക്കിയ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിൽ നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കവർ ചെയ്ത് കളയാം. സൈഡും മേൽഭാഗവും നല്ല സ്മൂത്തൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ സ്ക്രാപ്പറാണ് യൂസ് ചെയ്യാൻ പോണത്. നമ്മൾ മേലെ ചെയ്തപ്പോൾ കുറച്ച് ക്രീം സൈഡ് ഭാഗത്തോട്ട് എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വട്ടം കൂടിയും സൈഡിൽ സ്മൂത്തൻ ചെയ്ത് കൊടുക്കാം. ഫൈനൽ ഫിനിഷിംഗ് ആയിട്ട് പാലറ്റ് നൈഫ് വെച്ച് ടോപ്പ് ഭാഗത്തെ എക്സസ് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെള്ളം മുക്കിയിട്ട് നമ്മൾ കേക്കിൽ തൊടാണ്ട് നമ്മളെ കേക്ക് ബേസ് ക്ലീൻ ചെയ്തെടുക്കാം. നെക്സ്റ്റ് സൈഡിൽ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡിസൈൻ ഷുഗർ ഷീറ്റിൽ പ്രിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ നീളം A4ൻ്റെ ഇതിൽ തന്നെയാണ്, അതായത് സൈസിൽ തന്നെയാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം നമ്മളെ ഡിസൈൻസ് A4 ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. നെയിം സ്ലിപ്പ് യൂസ് ചെയ്യണ പോലെ നമുക്ക് പീൽ ചെയ്ത് ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടായിരിക്കും, അതെടുത്ത് മാറ്റാം. ശേഷം നമ്മളുടെ ഡിസൈൻ കേക്കിൻ്റെ എവിടെയാണോ ഒട്ടിക്കാൻ ഇഷ്ടമുള്ളത് അവിടെ നമുക്ക് ഇതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഡിസൈനും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ടോപ്പിൽ ഒട്ടിക്കാനുള്ള ഫോട്ടോ പ്രിൻ്റ് ഇതുപോലെ തന്നെ ഏത് ഷേപ്പിലാണോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഷേപ്പിൽ A4ൽ നിന്നും കട്ട് ചെയ്തെടുക്കാം.
സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫോണ്ടൻ്റ് വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ബോർഡർ ഡിസൈനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോസിൽ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിക്കുന്നത് കൊണ്ട് ഞാൻ ഫോണ്ടൻ്റ് ആക്സൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാണ്. അപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻട്രാക്റ്റീവ് സെഷൻസും നല്ല നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഞങ്ങൾ വരും. Until then, take care. Bye bye.